സ്വാഗതം. കൊച്ചി മുഴുവൻ ഇപ്പോൾ പിങ്ക് നിറത്തിൽ സുന്ദരിയായിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ സംസാരം, വിഷയം, റീൽസ് എല്ലാം വരുന്നത്. ഏതായാലും ഈ പൂക്കളെ ഇത്ര മനോഹരമാക്കി എല്ലാവരിലേക്കും എത്തിക്കാൻ കഴിഞ്ഞ ആരായാലും അവരോട് ഞാൻ നന്ദി പറയുകയാണ്. ഈ പിങ്ക് കളറിലെ പൂക്കൾ മാത്രമല്ല, എല്ലാ പൂക്കളും കാണാൻ വളരെ മനോഹരമാണ്. കൊച്ചി സുന്ദരി തന്നെയാണ് എപ്പോഴും. അല്ലാതെ ജപ്പാനിലെ ചെറി ബ്ലോസം ആണെന്ന് പറയുന്നു. അതിനോട് സാമ്യമുള്ള പൂക്കൾ ഈയിടെ കണ്ടു തുടങ്ങി. അതാണ് ഇപ്പോൾ ഇത് ഇത്രയും മാധ്യമങ്ങളെല്ലാം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. വസന്തത്തിൽ എന്നും കൊച്ചി സുന്ദരിയാണ്. എല്ലാ പൂക്കളും കാണാൻ നല്ല ഭംഗിയല്ലേ. ഇത് ഇല കൊഴിയുന്ന പൂക്കളാണ്. അത് ചില മരങ്ങളൊക്കെ ഇല കൊഴിയുന്നതാണല്ലോ. ജപ്പാനിലെ ചെറി ബ്ലോസത്തിനോട് സാമ്യമുള്ളതാണ്. അതുകൊണ്ടാണ് ജപ്പാൻ കൊച്ചിയിൽ എന്നെല്ലാം പറഞ്ഞ് വന്നത്. മെക്സിക്കൻ ബ്ലോസം, ടബിബിലിയ റോസിയ എന്നൊക്കെയാണ് ഇതിന് പറയുന്നത്. പക്ഷേ എന്ത് പേരാണെങ്കിലും അത് നമുക്ക് വിദേശികളൊക്കെ ധാരാളം ഉണ്ടല്ലോ. ഇവിടെ ചെടികളിൽ തന്നെ ധാരാളം വിദേശികളുണ്ട്. അത് ഇപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ നിറയെ പൂക്കളും വിദേശികളും, എല്ലാ പൂക്കളും വിദേശികളൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ താഴത്ത് ഇത് ഇല പൊഴിയുമ്പോൾ, പൂക്കൾ പൊഴിയുമ്പോൾ പരവതാനി വിരിച്ച പോലെ, പിങ്ക് പരവതാനി വിരിച്ച പോലെ എന്ന് പറഞ്ഞു. നമ്മുടെ കണിക്കൊന്നയൊക്കെ അങ്ങനെ തന്നെയല്ലേ. മഞ്ഞപ്പരവതാനി, ബൊഗെയിൻവില്ല അതുപോലെ തന്നെയാണ്. ബൊഗെയിൻവില്ലയും നല്ല പിങ്ക് കളറുള്ള പരവതാനിയാണ്. പിന്നെ ചാമ്പ മരയില്ലേ, അതിൻ്റെ പൂക്കൾ വീണ് കിടക്കുന്നത് കാണാൻ എന്താ മനോഹരം. അതുപോലെ മരമുല്ല എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ. അതും ഈ പൂക്കൾ വെളുത്ത പരവതാനി വിരിച്ച പോലെയാണ്. അതൊക്കെ ഒറ്റ ദിവസം ഉണ്ടാവുള്ളൂ ആ പൂക്കൾ. ഇത് ഏകദേശം 2 ആഴ്ചയോളമൊക്കെ ഉണ്ടാവും. കാണുമ്പോൾ വളരെ മനോഹരമാണ്. അപ്പോൾ ഏത് ഗൗൺ അണിഞ്ഞാലും കൊച്ചി മനോഹരി തന്നെ. പിങ്ക് അണിഞ്ഞിട്ടല്ല കേട്ടോ, എല്ലാ ഗൗണും കൊച്ചിക്ക് അനുയോജ്യമാണ്. കൊച്ചിയുടെ കുറച്ച് ഭാഗങ്ങളും സൗന്ദര്യവും ഞാൻ പിന്നീട് കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഞാൻ അതേപോലെ തന്നെ ഈ പൂക്കളെപ്പറ്റി അല്ലാതെ കുറച്ച് പൂക്കൾ സുന്ദരിയായി കുറച്ചൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ പനമ്പള്ളി നഗറിലൊക്കെ ഉള്ള പാലപ്പൂ ഇത് ഒക്കെ കാണുക, പിങ്ക്, അതൊക്കെ എന്ത് ഭംഗിയാണ്. നിറയെ പൂക്കളല്ലേ. അതൊക്കെ കുറേ നാൾ നിൽക്കുകയും ചെയ്യും. ഇതൊന്നും ആരും ശ്രദ്ധിക്കാറില്ല. നമ്മളൊക്കെ എപ്പോഴും കാണുന്നത് കൊണ്ട് അത്ര അത് വലിയ ആഘോഷമാക്കിയില്ല. എന്നും ആഘോഷമാണല്ലോ ഈ പൂക്കളെല്ലാം. എന്നും ആഘോഷമായി നമ്മളെ കണ്ണിന് ആനന്ദം കൊണ്ടിരിക്കുന്നതാണ്, മനസ്സിന് ആനന്ദം കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്നും വസന്തമാണ്. കൊച്ചിയിലെന്നും വസന്തമാണ്. അപ്പോൾ കാണാത്തവരൊക്കെ കണ്ടോളൂ ഈ പൂവ്. പിന്നെ കുറച്ച് സാധാരണ പൂക്കൾ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, അതുകൂടി നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതും എല്ലാം നല്ല ഭംഗിയുള്ള പൂക്കൾ തന്നെ. കൊച്ചിയെ ഇത്രയും ആഘോഷമാക്കിയ ആരായാലും അവരോടെല്ലാം നന്ദി പറയുകയാണ്. നിങ്ങളങ്ങനെ പൂക്കളെങ്കിലും കണ്ടപ്പോൾ സന്തോഷം തോന്നിയല്ലോ. പ്രകൃതിയോടൊരിഷ്ടം, കൊച്ചിയോടൊരിഷ്ടം, അങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടല്ലോ. ചുമ്മാ ഒരു പിങ്ക് വസന്തത്തെ ആഘോഷമാക്കി. പക്ഷേ എല്ലാ വർണ്ണങ്ങളും കൊച്ചിയിലുണ്ട്. അത് മിക്ക സ്ഥലവും നല്ലത് തന്നെയാണ്. ഇപ്പോൾ മിക്കടങ്ങളിലും ഇതുണ്ട് കേട്ടോ. പനമ്പള്ളി നഗറിൽ ക്യൂൻസ് വാക്ക് വേ, വൈറ്റില, ജനത, TVSനടുത്ത് വൈറ്റില, വേറെ ഭാഗങ്ങളിൽ കനാലിൻ്റെയൊക്കെ അടുത്തൊക്കെ ഈ പൂക്കൾ കാണാവുന്നതാണ്. പക്ഷേ അതെല്ലാം കുറച്ച് അത് കഴിഞ്ഞിട്ട് എല്ലാം പൊഴിഞ്ഞു പോകുന്ന സമയമാണ്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങളെല്ലാം ആ പ്രകൃതിയിലേക്ക് ഒരു നിമിഷമെങ്കിലും എല്ലാവരും ഒന്ന് നോക്കാൻ പറ്റിയല്ലോ. ആർക്കും ഒന്നിനും സമയമില്ല. അപ്പോൾ ഇതിലെല്ലാം നിങ്ങൾക്ക് സാധിച്ചതിൽ സന്തോഷിക്കുകയാണ്.
അപ്പോൾ എല്ലാ പൂക്കളെയും ഇഷ്ടപ്പെടുക. ജപ്പാൻ്റെ മാത്രമല്ല, റഷ്യ, ചൈനയുടെ മരങ്ങളും എല്ലാം നമ്മൾ ബോൺസൈയൊക്കെ ചൈനീസ് ജപ്പാൻ മാതൃകയിലുള്ളതല്ലേ. അതിനെല്ലാം അപ്പം നമുക്കായിട്ടൊന്ന് നമ്മുടെ കണിക്കൊന്നയൊക്കെ മതിയല്ലോ. എന്ത് മനോഹരമാണ് മഞ്ഞപ്പരവതാനി വിരിച്ച കണിക്കൊന്ന. അപ്പം നിങ്ങളിതെല്ലാം കാണുക, ഇഷ്ടപ്പെടുക, പ്രകൃതിയെ ഇഷ്ടപ്പെടുക, എല്ലാ പൂക്കളും നട്ടു വളർത്തുക, കൂടുതൽ പ്രകൃതിയോട് ഇണങ്ങുക. ഇത്രയൊക്കെ പറയാനുള്ളൂ. കൂടുതൽ നിങ്ങൾ പ്രകൃതിയോട് ഇണങ്ങുക. എപ്പോഴും പറയാറുള്ള കാര്യമാണ്. കൂപ്പുകയോടെ ലക്ഷ്മി ശിവ.